കടൽ കടക്കാത്ത തെളിവുകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുനമ്പം മനുഷ്യക്കടത്തിൽ വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നവരുടെ ഡൽഹിയിലെ വീടുകളിൽ തെരച്ചിൽ. ഓസ്ട്രേലിയയിലേക്ക് കടന്നെന്ന് സംശയിക്കുന്ന വിഷ്ണുകുമാറിന്റേതടക്കമുള്ള വീടുകളിലാണ് തെരച്ചിൽ. ഡൽഹി അംബേദ്കർ നഗറിലെ വീട്ടിലാണ് കേരള പോലീസ് സംഘം തെരച്ചിൽ നടത്തിയത്. വിദേശത്ത് പോകുന്നതായി പറഞ്ഞാണ് ഡൽഹിയിലെ വീട്ടിൽ നിന്ന് വിഷ്ണു ഇറങ്ങിയതെന്ന് അച്ഛൻ ഹനുമന്തപ്പ പോലീസിന് മൊഴി നൽകി. വിദേശത്തേക്ക് പോകാനുള്ള വിഷ്ണുവിന്റെ പദ്ധതിയെപ്പറ്റി ഹനുമന്തപ്പ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. क्या नाम है आपका? अलमन का। अच्छा, बेटा कहाँ गया है? पता नहीं। अच्छा, वो तो यही रहता है क्या? हाँ, पहले रहता था, अभी बाद में कहीं किराए पे रहता है। अच्छा, यहाँ से कितना महीना हो गया अभी छोड़ के? मेरे को 2-3 साल हो गए। 2-3 साल पहले छोड़ा गया? अच्छा, बेटा का नाम क्या है पूरा? पूरा नाम? विष्णु है। अब खबर तो आ रही है कि वो केरल गया है। अब खबर तो आ रही है कि वो केरल गया है और वहाँ से कहीं चला गया है, ഓസ്ട്രേലിയ चला गया, वैसे कुछ सुन रहे हैं? എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി. ഉണ്ണി, മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നതിന്റെ കൃത്യമായ തെളിവുകളും മൊഴികളുമാണ് പുറത്തുവരുന്നത്. തെരച്ചിൽ നടത്തുന്നു കേരള സംഘം. അവിടെ വിവരങ്ങൾ എന്തൊക്കെ? കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യ തിരച്ചിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഡൽഹിയിലെ അംബേദ്കർ നഗറിലുള്ള വിഷ്ണു കുമാറിന്റെ വസതിയിലാണ് കേരള പോലീസ് സംഘം തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ആലുവ SI സാബു മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏതാണ്ട് 1 മണിക്കൂറോളം വീട്ടിലും സമീപത്തുള്ള അയൽവാസികളുടെ അടുത്തുമൊക്കെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചിട്ടില്ല എങ്കിലും വിഷ്ണുവിന്റെ അച്ഛന്റെ മൊഴിയാണ് ലഭിച്ചിട്ടുള്ളത്. ആ മൊഴിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മകൻ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്, വിദേശത്തേക്ക് പോകുന്നു എന്ന പേരിലാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. 20 ദിവസം മുമ്പാണ് ഡൽഹിയിൽ നിന്നും പോയിരിക്കുന്നത് എന്നും വിഷ്ണുവിന്റെ അച്ഛൻ ഹനുമന്തപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളോട് സംസാരിച്ചപ്പോഴും മകന്റെ വിദേശത്തേക്ക് പോകാനുള്ള പദ്ധതിയെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിഷ്ണുവും ഭാര്യ മമതയും മകനും വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായി ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. മമതയുടെ വീട്ടിൽ ബദർപൂരിലെ വസതിയിലും പോലീസ് സംഘം തിരച്ചിൽ നടത്തും. ഇവരെ കേരളത്തിലേക്ക് എത്താനും മറ്റും വിമാന ടിക്കറ്റും മറ്റും എടുത്തു നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളും വെളിപ്പെടുത്തലുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് സംഘത്തിന്റെ പ്രതീക്ഷ. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.